പുൽക്കൂട് തകർത്ത സംഭവത്തിൽ പല കോണുകളിൽ നിന്നും വിഎച്ച്പിക്കെതിരെ ആരോപണമുയർന്നിരുന്നു. ഇതോടെ ബിജെപിയും പ്രതിസന്ധിയിലായി. പ്രതിസന്ധി മറികടക്കാൻ കൂടിയാണ് ബിജെപിയുടെ പ്രതിഷേധം. ചിറ്റൂർ മണ്ഡലം കമ്മിറ്റി വിഷയത്തിൽ പ്രതിഷേധം നടത്തും. പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ക്രിസ്മസ് കാലത്ത് ക്രിസ്തീയ സമൂഹത്തിലേക്ക് വേരുറപ്പിക്കാനായിരുന്നു ബിജെപിയുടെ നീക്കം. എന്നാൽ പുൽക്കൂട് തകർത്ത സംഭവവും സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ച അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവവും തിരിച്ചടിയാകുമെന്ന് ബിജെപി മനസ്സിലാക്കി. ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസന മെത്രാപ്പോലിറ്റ യുഹാനോൻ മാർ മിലിത്തിയോസ് ബിജെപിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഡൽഹിയിൽ മെത്രാന്മാരെ ആദരിക്കുന്നു, എന്നാൽ ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു എന്നായിരുന്നു വിമർശനം. ഇവിടെ ഒരു വ്യക്തമായ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യത്തിൽ ഞാൻ കാണുന്ന ഒരു ലക്ഷ്യം ഒരേ സമയം നേതൃത്വത്തെ പ്രീണിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുകയും എന്നാൽ ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ സമൂഹത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ക്രിസ്മസ് ആഘോഷത്തിനെതിരായ വിഎച്ച്പി ആക്രമണത്തിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തി. ഉത്തരവാദിത്തമില്ലാത്തവർ ചെയ്ത പ്രവൃത്തിയിൽ താൻ എന്ത് മറുപടി പറയാനാണെന്ന് ഗവർണർ ചോദിച്ചു. സ്വതന്ത്രമായി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും ഗവർണർ പറഞ്ഞു. There are some irresponsible people. Why I should comment on that? I have myself organized a huge party on 17th. What will be my opinion? I am myself celebrating Christmas. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.